Hi everyone, welcome back to my channel. ഇന്ന് നമ്മൾ റോസറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റോസറ്റ് കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റായിട്ട് പൈപ്പിംഗ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഭംഗി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ ബേസ് കേക്കായിട്ട് യൂസ് ചെയ്യുന്നത് വാനില ബട്ടർ സ്പോഞ്ചാണ്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനിടണം. 170 ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനിടുക. ഓവൻ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ച് ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്യാവുന്നതാണ്. കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ആദ്യം അരിച്ചെടുക്കാം. മൈദ 1 കപ്പ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ സ്റ്റൗ ടോപ്പിൽ വെച്ച് ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ സോസ് പാനിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സെയിം മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഇനി മറ്റൊരു പാത്രത്തിൽ നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് സ്റ്റാൻഡ് മിക്സർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. അതില്ലാത്തവരാണെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ ബലൂൺ വിസ്കോ ഉപയോഗിച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ മുട്ട നന്നായിട്ട് നമുക്കൊന്ന് പതപ്പിച്ചെടുക്കാം. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ കേക്കിൽ ഒട്ടും തന്നെ മുട്ടയുടെ മണം തോന്നില്ല, അല്ലെങ്കിൽ കേക്കിന് ഭയങ്കരമായിട്ട് മുട്ട മണം തോന്നുന്നതായിരിക്കും. അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേനുണ്ടെങ്കിൽ 1 ടീസ്പൂൺ തേന് ചേർത്ത് കൊടുത്താൽ ഒട്ടും തന്നെ മുട്ടയുടെ മണം തോന്നുകയില്ല. ഇനി മുട്ട ഒന്ന് പതഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വാനില എക്സ്ട്രാക്റ്റ് ഉള്ളവരാണെങ്കിൽ വാനില എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ വാനില ബീനോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിലവരിതിലേക്ക് ബട്ടർ എസൻസ് ചേർക്കാറുണ്ട്. നമ്മളിവിടെ ബട്ടർ ആഡ് ചെയ്യുന്നതുകൊണ്ട് ബട്ടർ എസൻസ് ചേർക്കുന്നില്ല. മുട്ട ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല വൈറ്റ് കളറാകും 8 മുതൽ 10 മിനിറ്റ് വരെ ബീറ്റ് ചെയ്യുമ്പോൾ. അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് പാലും ബട്ടറും ഒന്ന് ചൂടാക്കി എടുക്കുക. 1/2 കപ്പ് പാല്, അതിലേക്ക് 1/4 കപ്പ് അല്ലെങ്കിൽ 60 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടാകുന്നത് വരെ ഒന്ന് തിളപ്പിച്ച് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് ഒന്ന് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിൽ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് ചേർത്തിട്ട് വേണം മൈദ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ വാനില കേക്കിനെ കുറിച്ചുള്ള 2 വീഡിയോ മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുള്ളവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. അങ്ങനെ മുഴുവനായിട്ടും മൈദ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലും ബട്ടറും കൂടി ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 2 8 ഇഞ്ച് പാനിലേക്കാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് 1 പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് വെച്ച് നമുക്കതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 2 കപ്പ് മുതൽ 2.5 കപ്പ് വരെ വേണം ക്രീം. കാരണം റോസറ്റ് കേക്കിന് ഒരുപാട് ക്രീം ആവശ്യമുണ്ട്. അതുകൊണ്ട് 2 കപ്പ് മുതൽ 2.5 കപ്പ് വരെ ക്രീം എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് സ്റ്റിഫ് പിക്കാവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് കേക്ക് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട്
ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നമുക്കൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇനി ഈ കേക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് 1 കപ്പ് വെള്ളത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ചൂടാക്കുക. പഞ്ചസാര അലിയുന്ന വരെ ഒന്ന് തിളപ്പിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കേക്കിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് കേക്ക് നന്നായിട്ട് നനച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ക്രീം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിൽ ഞാനിവിടെ സ്ട്രോബെറി ജാമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫില്ലിങ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാനിവിടെ സ്ട്രോബെറി ജാം, ഹോം മെയ്ഡ് ജാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അതുപോലെ മുമ്പ് ഞാനൊരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും യമ്മി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തായിട്ട് പൈപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, വിൽട്ടൻ്റെ 1M നോസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ. അല്ലെങ്കിൽ 2D നോസിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് റോസറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വേണം റോസറ്റ് ചെയ്യാനായിട്ട്. ഈ പോലെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ നിന്നാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ നിന്ന് വേണം നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി ഇത് നമുക്ക് കേക്കിലേക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇതേപോലെ വേണം നമ്മൾ പൈപ്പിംഗ് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം നമുക്ക് ബോർഡിലോ ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് കേക്കിലേക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഹൈറ്റുള്ള കേക്കാണെങ്കിൽ ഒന്നും കൂടി നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഈ 2 റോസറ്റിൻ്റെ ഇടയിൽ വേണം അടുത്ത റോസറ്റ് വെക്കാനായിട്ട്. അല്ലാതെ ഒരു റോസറ്റിൻ്റെ മേലെയല്ല അടുത്ത റോസറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ വേണം പൈപ്പിംഗ് ചെയ്യാൻ. എന്നാലേ ഗ്യാപ്പില്ലാതെ നമുക്ക് റോസറ്റ് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ റോസറ്റ് കേക്ക് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം, ലൈറ്റർ കളറിന് ഒന്നില്ല ഡാർക്കർ കളറിലേക്ക്, അല്ലെങ്കിൽ ഡാർക്കർ കളറിന് ലൈറ്റർ കളറിലേക്ക് പോകുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഭംഗി ഉണ്ടാകുക. അതിന് പറയുന്നത് ഓംബ്രെ ടെക്നിക്സ് എന്നാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേക്ക് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ പൈപ്പിംഗ് ചെയ്തെടുക്കുന്നത്. ഞാൻ എൻ്റെ റെസിപ്പി ഫുള്ളായിട്ട് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹൈറ്റുള്ള കേക്കിൽ നിങ്ങൾക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. താഴെ ഡാർക്ക് പിങ്ക് ആണെങ്കിൽ അതിന് കുറച്ചും കൂടി ലൈറ്റ് പിങ്ക് ആയിട്ട് മുകളിൽ നമുക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയിൽ വരുന്ന ഗ്യാപ്പുകൾ ഒട്ടും തന്നെ ഇല്ലാതെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ അടുത്ത 2 റോസറ്റുകളുടെ ഇടയിൽ വേറൊരു റോസറ്റ് വെച്ച് കൊടുക്കുക. അതും വീണ്ടും ലൈറ്റർ ഷെയ്ഡിലാണ്. ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം. റോസറ്റ് കേക്ക് ചെയ്യുമ്പോൾ ഒരേ നോസിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫുൾ കേക്ക് ചെയ്യാൻ നോക്കുക. ഒരിക്കലും നോസിൽ മാറ്റിയിട്ട് വേറെ നോസിലിട്ട് ചെയ്യരുത്. അതുപോലെ പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ പതുക്കെ വേണം പൈപ്പിംഗ് ചെയ്യാനായിട്ട്. എന്നാലേ അതിൻ്റെ ഫിനിഷിങ് കിട്ടുള്ളൂ. എപ്പോഴും ഡാർക്ക് കളറിന് ലൈറ്റർ ഷെയ്ഡിലേക്ക് പോകുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഭംഗി ഉണ്ടാകുക. അതുപോലെ 2 റോസറ്റ്സിൻ്റെ ഇടയിൽ വേണം അടുത്ത റോസറ്റ്സ് ചെയ്യാനായിട്ട്. ആ റോസറ്റ് ചെയ്യുമ്പോൾ വളരെ ക്ലോസ്ഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് ഗ്യാപ്പില്ലാതെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് പൈപ്പിംഗ് ചെയ്തെടുക്കാം. നമ്മൾ പുതിയ റെസിപ്പീസ് ഇപ്പോൾ കൂടുതൽ ഇടാത്തത് ബിഗിനേഴ്സിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസാണ് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. ക്രമേണ നമ്മൾ പല റെസിപ്പീസും നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയ റെസിപ്പിയും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.